കേരളത്തിലെ തീരദേശ മേഖലയിലുള്ളവർക്ക് വളരെ ആശ്വാസം പകരുന്ന ഒരു വാർത്ത തന്നെയാണിത്. ഇനി തീരത്തുള്ളവർക്ക് വീട് വെക്കാം, ബിസിനസ്സുകൾ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. എന്താണെന്നല്ലേ നമുക്ക് നോക്കാം. തീരദേശ പരിപാലന നിയമത്തിൽ കേരളത്തിന് ഇളവ് നൽകി കേന്ദ്രം. സംസ്ഥാനം ഉന്നയിച്ച ആവശ്യങ്ങളിലാണ് അനുകൂല നിലപാട്. കേരളത്തിന്റെ പദ്ധതി പ്രകാരം 66 പഞ്ചായത്തുകൾ CRZ-3 നിന്ന് താരതമ്യേന നിയന്ത്രണം കുറവുള്ള CRZ-2 വിഭാഗത്തിലേക്ക് മാറി. അതേസമയം അമ്പലപ്പുഴ വടക്ക്, അമ്പലപ്പുഴ തെക്ക്, ചിറയൻകീഴ്, കരിങ്കുളം, കോട്ടുകാൽ, വെങ്ങാനൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ അറ്റോമിക് മിനറൽ ശേഖരണം ഉള്ളതിനാൽ CRZ-3 വ്യവസ്ഥകൾ ബാധകമായിരിക്കുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. ജനസംഖ്യ കൂടിയ പഞ്ചായത്തുകളിൽ CRZ-3A കീഴിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ദൂരപരിധി 200 നിന്ന് 50 മീറ്ററായി കുറയ്ക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന് കീഴിലുള്ള തീരദേശ പരിപാലന അതോറിറ്റി ഇന്നലെ ചേർന്ന യോഗത്തിലാണ് കേരളത്തിന്റെ ആവശ്യത്തിന് അംഗീകാരം നൽകിയത്. ആഗസ്റ്റിലാണ് കേരളത്തിന്റെ തീരദേശ പരിപാലന പദ്ധതിയുടെ കരട് കേന്ദ്ര അംഗീകാരത്തിനായി നൽകിയത്. 2019 കേന്ദ്ര തീര നിയന്ത്രണ മേഖലാ വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതും കേരള തീര പരിപാലന അതോറിറ്റി അംഗീകരിച്ചതുമായ കരടാണ് കേന്ദ്ര വനം, പരിസ്ഥിതി മന്ത്രാലയത്തിന് കൈമാറിയത്. CRZ-3 നിന്ന് 2ലേക്ക് 66 പഞ്ചായത്തുകളെ മാറ്റുന്നത് തീരമേഖലയിലുള്ളവർക്കും ഗുണകരമാകും. 2011 ജനസംഖ്യാ സാന്ദ്രത പ്രകാരം ചതുരശ്ര കിലോമീറ്ററിൽ 2161 പേരോ അതിൽ കൂടുതലോ ഉള്ള വികസിത പ്രദേശങ്ങളെ മാനദണ്ഡങ്ങൾ പാലിച്ച് CRZ-3A വിഭാഗത്തിലും അതിൽ കുറവുള്ളവയെ CRZ-3B വിഭാഗത്തിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. 3A പ്രകാരം വികസന രഹിത മേഖല വേലിയേറ്റ രേഖയിൽ നിന്ന് 50 മീറ്ററാക്കി കുറച്ചിട്ടുണ്ട്. നേരത്തെ ഇത് 200 മീറ്റർ വരെ ആയിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.